ഹലോ, ഞാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്ന് നമ്മുടെ ടോപ്പിക് മഴക്കാല രോഗങ്ങളാണ്. നമുക്കെല്ലാം അറിയാം, മഴക്കാലം തുടങ്ങുകയാണ്. മഴക്കാലത്ത് സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങൾ പനി, അതുപോലെയുള്ള പകർച്ചവ്യാധികളാണ്. രണ്ട് തരം രോഗങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ഈ ജലജന്യ രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. രണ്ടാമത് കൊതുകുജന്യ രോഗങ്ങൾ. നമുക്കറിയാം, മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ ഉൽപ്പാദിപ്പിച്ച് ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളും, മലിനജലം കെട്ടി നിന്ന് മലിനജലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന രോഗങ്ങളും, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ജലജന്യ രോഗങ്ങളിൽ രണ്ട് രോഗങ്ങളെ കുറിച്ച് പറയാം. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ന്യൂസും അതിനെ പറ്റിയാണ്. ഹെപ്പറ്റൈറ്റിസ് എ. രണ്ട് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. അതാണ് നമ്മൾ ജലജന്യ രോഗങ്ങളിൽ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങളിൽ ഡെങ്കിപ്പനി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളം, നമ്മുടെ വിസർജ്യ വസ്തുക്കൾ, മലം കലർന്ന വെള്ളം, അതിലൂടെ കിട്ടുന്ന രോഗങ്ങളാണ് ഈ മെയിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ നമുക്കറിയാം, കുറെ ആളുകളിലേക്ക് പകരുന്നതായിട്ട് കണ്ടു. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്ത് ഈ മഞ്ഞപ്പിത്ത രോഗം, ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ചൂടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക, തുറന്നു വെച്ച ആഹാരങ്ങൾ, മലം കലർന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ ഈച്ച പോലുള്ള സാധനങ്ങൾ പറ്റിപ്പിടിച്ച ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. രണ്ടാമത് പറയാനുള്ള ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് എലിപ്പനിയാണ്. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലിലും മറ്റും മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിലൂടെ എലിപ്പനിയുടെ അണുക്കൾ, ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുകയും എലിപ്പനി ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് കടുത്ത പനി, പിന്നെ കണ്ണ് മഞ്ഞിച്ചിരിക്കുക, അത് മഞ്ഞപ്പിത്തം അതോടൊപ്പം ഉണ്ടാവും. കടുത്ത പനി ഉണ്ടാവും, കണ്ണ് ചുവന്നിരിക്കും, ഹെമറേജിക് ടെൻഡൻസി, അതായത് ബ്ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസികൾ കാണിക്കും. ഇതൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. എലിപ്പനി കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സിച്ചാൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് പുറത്തു വരാവുന്നതാണ്. കൊതുകുജന്യ രോഗങ്ങളിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഡെങ്കിപ്പനി പറ്റിയാണ്. ഡെങ്കിപ്പനി നമുക്കെല്ലാം അറിയാം, ഈഡിസ് ഈജിപ്തി എന്ന് പറഞ്ഞ കൊതുകാണ്, പകൽ കടിക്കുന്ന കൊതുകാണ് ഇത് പകരുന്നത്. ഒരു ഡെങ്കിപ്പനിയുള്ള ഒരു രോഗിയെ കടിച്ച കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ അയാൾക്ക് ഈ വൈറസ് ഈ രോഗിയിൽ നിന്നും അടുത്ത ആളിലേക്ക് പകരും. അങ്ങനെയാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളിൽ ഈ രോഗം പരത്തുന്നത്. ഈ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈ കൊതുകുകൾ ഉണ്ടാകുന്നത്. ശുദ്ധമായ ജലത്തിലാണ് ഈ കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പം ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് പ്രിവെൻഷൻ, അത് തന്നെയാണ് ഇതിന്റെ മാർഗം. പനിയും കടുത്ത ശരീരവേദനയും ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ മൂന്ന് രോഗങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പം വാക്സിൻ എടുക്കേണ്ട രോഗങ്ങളായിട്ടുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് എയും എലിപ്പനിയും വാക്സിൻ എടുത്ത് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഡെങ്കിപ്പനി കൃത്യസമയത്ത് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് അത് ചികിത്സിച്ചില്ലെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാം. ഒരു 20-25% ഡെങ്കിപ്പനി നമ്മൾ വന്നതായിട്ട് പോലും അറിയില്ല. അത് പനി വരും, ശരീരവേദന വരും, താനെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ്. അത് മാറിപ്പോകാം, പാരസെറ്റമോൾ മാത്രം മതിയാകും. പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും മറ്റും ചെയ്തിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും മരണത്തിന് വരെ കലാശിക്കാൻ പറ്റുന്ന രോഗമാണ്. അപ്പം എല്ലാവരും ഈ മഴക്കാലത്ത് ശുദ്ധജലം മാത്രം കുടിക്കുക. നമ്മളെ പനിയെ പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് 2-3 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സകൾ എടുക്കുക. നന്ദി, നമസ്കാരം.